ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളൊരു നാടൻ മുട്ടക്കറിയാണ് വെക്കുന്നത് കേട്ടോ. അതിനായിട്ട് സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എടുത്തിട്ടുണ്ട്. മുട്ടക്കറി വെക്കാനായിട്ട് ഇതാ ചട്ടി അടപ്പേ വെച്ച് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഇതാ കടുക് കുറച്ച് ഇട്ട് കൊടുക്കുവാണ്. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് കേട്ടോ. കടുക് എല്ലാം പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർക്കുവാണ്. അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂത്തതിന് ശേഷം സവോള ചെറുതായിട്ട് അരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവോള നന്നായിട്ട് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ പെട്ടെന്ന് സവോള മൂത്ത് കിട്ടും കേട്ടോ. സവോള നല്ല ബ്രൗൺ കളർ ആയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുവാണേ. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണേ. ഇനി ഇതിലേക്ക് പൊടിവർഗ്ഗങ്ങൾ ചേർത്ത് കൊടുക്കാൻ പോവുക കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുവാണേ. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിക്കാൻ വെക്കുവാണ് കേട്ടോ. ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മുട്ടയുടെയൊക്കെ മുകളിലൂടെ കത്തി വെച്ച് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുവാണ്. എന്നിട്ട് ഇതാ കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ മുട്ട ചേർക്കാൻ പോവുകയാണ്. മുട്ടയും കൂടെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കറി ഇറക്കി വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല സ്വാദിഷ്ടമായ നാടൻ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്തു നോക്കണേ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ കാണാവേ.